അവസര രക്ഷാപ്രവർത്തനം അട്ടിമറിച്ച കേസിൽ ADGP അജിത് കുമാർ DGP സ്ഥാനത്തേക്ക് ഒരിക്കലും പോകില്ല, കുരുക്ക് മുറുകുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. പക്ഷെ ഈ കേസിൽ ഈ പറയുന്ന പോലീസുകാരന്റെ മൊഴി അല്ലാണ്ട് മറ്റൊരു തെളിവും ഇവിടെ ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട്. പ്രതിയായ പോലീസുകാരൻ അല്ലെങ്കിൽ അയാൾ തന്നെ പറയുന്നു ഞാൻ ഈ കുറ്റം കമ്മിറ്റ് ചെയ്തു, പക്ഷെ ഇത് പറഞ്ഞിട്ടാണ് ചെയ്തത്, ADGP പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് പറയുന്നു. പക്ഷേ യാതൊരു തെളിവുകളും അവിടെ നിലനിൽക്കുന്നില്ല. മാത്രമല്ല SITയുടെ അവസാനത്തെ റിപ്പോർട്ടിൽ പറയുന്നു അന്നത്തെ ദിവസം ഈ പറയുന്ന അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന്. പിന്നെ ഏത് തരത്തിലാണ് ഈ കേസ് അജിത് കുമാറിനെതിരാകും എന്ന തരത്തിലേക്ക് പോകുന്നത്? ഇതിലിപ്പം ഒന്നാമത് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെതിരെ കുറുക്ക് മുറുക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിലവിലെ ADGP സ്ഥാനം ഈ 31 തീയതി കഴിഞ്ഞാൽ DGP ആകും എന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിന്. നമുക്കറിയാം IPS ഉദ്യോഗസ്ഥർക്ക് ഈ പറഞ്ഞ പോലെ കേന്ദ്ര ചട്ടക്കൂട് പ്രകാരം അവർക്ക് പ്രത്യേക പരിഗണന ഉണ്ട്. അപ്പോൾ അവരെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ പഴുതുകളും അടച്ച് യാതൊരുവിധ ലൂപ്പ് ഹോളും ഇല്ലാണ്ട് വേണം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളത്. അപ്പം അതിൻ്റെ ഭാഗം രണ്ടാമത് വീണ്ടും അന്വേഷണം നടത്തി. ഒന്ന് ഈ മൊഴികളുണ്ട്, ഈ പറഞ്ഞ പോലെ 3-4 പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമ്മതിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ SITയുടെ സാധനങ്ങൾ അവർ ഈ പറഞ്ഞ പോലെ ആദ്യം ഉണ്ടായിരുന്ന FIR അവർ തിരുത്തി എന്നുള്ളതും ഡയറിയത്തെ പല ഭാഗങ്ങൾ ചീന്തി കളഞ്ഞു എന്നുള്ളതൊക്കെ അതിന് തെളിവ് സഹിതം അവരെ കയ്യിലുണ്ട്. അപ്പോൾ ഒന്നത് രണ്ടാമത് മൊഴി, ഇത് രണ്ടുപേരെ കയ്യിലുണ്ട്. ഇതല്ലാണ്ട് ഇനി എന്തൊക്കെ സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൂടാതെ പല കാര്യങ്ങളും അവർക്ക് കിട്ടി എന്നുള്ള വാർത്തകളാണ് ഇന്നലെ രാത്രി വന്നായിരുന്നു. മാത്രമല്ല ഇന്ന സാധനങ്ങളെല്ലാം അവർ ഈ പറഞ്ഞ പോലെ ഇന്നലെ അദ്ദേഹത്തോട് ചോദിച്ചായിരുന്നു, MR അജിത് കുമാറിനോട് വിശദീകരണം ചോദിച്ചായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് വിശദീകരണമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിശദീകരണം അടക്കം ആഭ്യന്തര വകുപ്പിന് കൈമാറി എന്നുള്ള സാധനമാണ്. അപ്പോൾ നാളെയും മറ്റന്നാളായിട്ട് ഇതിൻ്റെ അന്തിമ റിപ്പോർട്ട് എന്തായാലും പുറത്തു വരും. കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം നിലവിൽ ADGP സ്ഥാനത്ത് നിൽക്കുന്ന ആൾ DGPയിലോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നതെന്നുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ അതുപോലെ KSUവിൻ്റെ ആൾക്കാർ ആലപ്പുഴയിൽ നടത്തിയ കരിങ്കൊടി പ്രതിഷേധം, അതിന് ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ ബസ്സിൽ പോകുമ്പോൾ അവർ മുമ്പിലോട്ട് ചാടി എന്നുള്ള പിണറായി വിജയൻ പറഞ്ഞത് അവരെ മേത്തൂടെ ബസ് പോകുന്നുള്ള സന്ദർഭം വന്നപ്പം അവരെ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് രക്ഷിച്ചതാണ്, അതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു എന്നുള്ളതും അദ്ദേഹം അങ്ങനെയാണ്. ഞാനത് നേരിട്ട് എൻ്റെ കണ്ണോട് കണ്ടതാണ്. ഞാൻ ആ സമയത്ത് ബസ്സിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു എന്നുള്ളതും. അതെ, അപ്പം ഇത്തരത്തിലാണ് രക്ഷാപ്രവർത്തനം. പക്ഷേ ക്യാമറക്ക് മുമ്പിൽ നമുക്ക് മുമ്പിൽ വന്നത് അതായിരുന്നില്ല. ഞാൻ കണ്ടത് ഈ പറഞ്ഞ പോലെ ഇപ്പം വടിയും ഇതൊക്കെ എടുത്തിട്ടുണ്ട്, അവർക്ക് അടിക്കുന്നതും അതും സാധാ മുളവടി ആയിരുന്നില്ല, അല്ലാത്ത വടി കൊടുന്നത് അടിച്ചതും. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അതും ഇപ്പം സാധാരണ ഉപയോഗിക്കുന്ന ലാത്തുണ്ട്, അതല്ലാത്തൊരു വടിയാണ് അവർ യൂസ് ചെയ്തതെന്നുള്ളത് അവർ കയ്യിലാക്കിയിട്ടുണ്ട്. അപ്പം പല തെളിവും ഇദ്ദേഹത്തിനെതിരെ ഉണ്ട്. അപ്പം ഓൾറെഡി ഇതെല്ലാം സെറ്റാണ്. മാത്രമല്ല ഇത്തരത്തിലുള്ള അട്ടിമറി നടത്തിയെന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ മുതിർന്നൊരു ഉദ്യോഗസ്ഥൻ, ആദ്യം തുടക്കത്തിൽ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് പറയുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം തന്നെയാണ് അത് എന്നുള്ളതും. കാരണം സ്വാഭാവികമായിട്ടും ഒരു ADGP ഇൻവോൾവ് ആയ കേസിൽ SIമാർക്കും അല്ലെങ്കിൽ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ലിമിറ്റ് ഉണ്ട്. അവർ പറഞ്ഞ് അവർക്കെതിരെയുള്ള നടപടി വരും. സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കാലത്ത് അവർക്ക് അനുകൂലമായ സാധനങ്ങൾ വരുന്നു, ഈ കേസുകളെല്ലാം പൂഴ്ത്തി വെക്കപ്പെടുന്നു. ഇപ്പോൾ ഭരണം മാറുമ്പോൾ അവർക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളും നിയമപരമായി അത് ഗവൺമെൻറ് നീക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഇനി അദ്ദേഹം കോടതിയിൽ പറയാൻ പോകുന്നൊരു കാര്യം ഇത് രാഷ്ട്രീയപരമായ കാര്യങ്ങളാണെന്നുള്ളതും, അതുകൊണ്ട് ഈ വിധിയിൽ നിന്ന് തന്നെ ഒഴിവാക്കാനുള്ള സാധനം പറയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനൊരു ഈ വിഷയത്തെ ബന്ധപ്പെട്ട് നിലവിൽ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യം സസ്പെൻഷനാണ്. സസ്പെൻഷൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറഞ്ഞ പോലെ DGP എന്നുള്ള അദ്ദേഹത്തിൻ്റെ മോഹം ഇല്ലാണ്ടാവും, പൊലിഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പം ആ സസ്പെൻഷൻ ഇല്ലാണ്ടാക്കുക എന്നുള്ള എന്തെങ്കിലും ഒരു സാധനത്തിലൂടെ അവർ കടക്കാൻ നോക്കും. അപ്പം ഇതിന് ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം 31 തീയതിയാണ് നിലവിലെ DGPയുടെ സ്ഥാനം കഴിഞ്ഞ് പുതിയ ആൾ വരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇദ്ദേഹത്തിന് ഒരു സസ്പെൻഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ സാധനം സുപ്രീം കോടതിയിലുണ്ട്, ഹൈക്കോടതിയിലായിരിക്കില്ല പോവുക, സുപ്രീം കോടതിയിലോട്ട് നേരിട്ട് പോകും. കാരണം സംസ്ഥാന സർക്കാരും കേന്ദ്രത്തിൻ്റെ ആളുമാണ് ഈ IPS ഉദ്യോഗസ്ഥർ. സംസ്ഥാനത്തിൻ്റെയാണ് ഈ SIയും ഇവരൊക്കെ വരുന്നത്. ഇത് കേന്ദ്രത്തിൻ്റെ സംസ്ഥാനം സ്റ്റേറ്റും തമ്മിലുള്ളൊരു ക്ലാഷ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സുപ്രീം കോടതിയിലോട്ട് പോകുക. അപ്പോൾ സുപ്രീം കോടതിയായിരിക്കും ഈ വാദം കേൾക്കാൻ പോകുന്നത്, അദ്ദേഹത്തിൻ്റെ വാദം എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് വാദങ്ങൾ കൊടുക്കുന്ന എല്ലാ സാധനം മുൻകൂട്ടി എന്തൊക്കെ പറയാൻ ചാൻസ് ഉണ്ടോ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് നിലവിൽ SIT എല്ലാ സാധനവും സ്വരൂപീകരിച്ച് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും ഫവാസ് പറയുന്നത് പോലെ 31 തീയതി എന്ന് പറയുന്ന ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ DGP സ്ഥാനത്തേക്ക് കറകളഞ്ഞ് അല്ലെങ്കിൽ തെളിയിച്ച് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു എന്നൊക്കെ തെളിയിക്കലൊന്നും പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ DGP സ്ഥാനത്തേക്ക് അദ്ദേഹം വരും എന്നും കരുതുന്നില്ല. പക്ഷേ ഈ കേസ് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ADGP അജിത് കുമാറിനെതിരെ ഈ പറയുന്ന വാദങ്ങളൊന്നും നിലനിൽക്കില്ല എന്നുള്ളതാണ് നിയമത്തിന്റെ ഒരു ഇതിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ നമ്മളൊക്കെ വിഷ്വല് കണ്ടതാണ്. അതിൽ ആ ഉദ്യോഗസ്ഥൻ തല്ലിയിട്ടുണ്ട്. ആ തല്ലിയ ഉദ്യോഗസ്ഥൻ കരഞ്ഞുകൊണ്ട് പറയുന്നു അത് ADGP അജിത് കുമാർ പറഞ്ഞിട്ടാണ് എന്ന് പറയുന്നു. താൻ തെറ്റ് ചെയ്തു എന്ന് അഡ്മിറ്റ് ചെയ്യണം ആദ്യം ഒന്നാമത്തെ അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ പ്രതിയായിട്ടുള്ള ആൾ പറഞ്ഞ് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരാളെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഒരു മൊഴിക്ക് എത്രമാത്രം വ്യക്തത ഉണ്ടാവും എന്നുള്ളത് ഒരു കാര്യം ക്ലിയർ അല്ല.
പിന്നെ അത്തരത്തിൽ വ്യക്തത അയാളുടെ എടുത്താൽ തന്നെ അയാൾ പറഞ്ഞ തെളിവ് മാത്രമാണ് ഉള്ളത്. അയാൾ പറഞ്ഞ ദിവസം ഫോണിൽ കൂടിയോ ഫോൺ ത്രൂ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അന്ന് അവിടെ ചെന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ പാകത്തിനുള്ള, അല്ലെങ്കിൽ ചെന്നപ്പോൾ അവിടെ അജിത് കുമാർ ഇല്ലായിരുന്നു എന്ന് തെളിയിക്കാൻ പാകത്തിനുള്ള CCTV വിഷ്വൽസ് ഹാജരാക്കി എന്നുള്ളൊരു വാദം കൂടി പുറത്ത് വരുന്നുണ്ട്. എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല. പക്ഷെ അത്തരത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഞാനും ഫവാസും കൂടി സംസാരിച്ചു. അപ്പോൾ ഫവാസ് ഇതിനകത്തിരുന്നിട്ട് ഇപ്പം എന്നോട് ഇത്തരത്തിൽ പറഞ്ഞു എന്ന് ഞാൻ പറയുന്ന, അല്ലെങ്കിൽ എന്നോട് അവനെ തല്ലാൻ പറഞ്ഞു എന്ന് ഞാൻ പറയുന്നത് മാത്രമേ അറിവുള്ളൂ. പക്ഷെ അതാ ഞാൻ തല്ലാൻ ഫവാസ് പറഞ്ഞിട്ടാണ് ഞാൻ അവനെ തല്ലിയത്. ഞാൻ അവനെ തല്ലിയതാണ് കുറ്റം. ഫവാസ് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേരണ കുറ്റം ഓക്കെ ഉണ്ട് അത്. പക്ഷെ അത് തല്ലിയ ഞാൻ, പ്രതിയായ ഞാൻ പറയുകയാണ് നീ പറഞ്ഞിട്ടാണ് തല്ലിയെന്ന് പറയുമ്പോൾ അതിങ്ങനെ കണക്റ്റഡ് ആയിട്ട് പോവുകയാണ്. പക്ഷെ ഈ ഫവാസ് എന്നോട് തല്ലാൻ പറയുന്നത് അടുത്ത് നിൽക്കുന്ന ഒരാൾ കണ്ടു. ഇപ്പോൾ അടുത്ത് നിൽക്കുന്ന ആ ഒരാൾ കണ്ടു, ആകാശ് കണ്ടു, ഫവാസ് എന്നോട് തല്ലാൻ പറഞ്ഞു. അപ്പോൾ ആകാശിന്റെ മൊഴി കുറച്ചും കൂടി വാലിഡ് ആയിരിക്കും അവിടെ. അല്ലാണ്ട് പ്രതിയായ ഞാൻ പറയുന്നത് എത്രത്തോളം എടുക്കും എന്നുള്ളത് ഒരു പോയിന്റ് അവിടെ നിൽക്കുന്നു. രണ്ടാമതായിട്ട് വരുന്നത്, ഇപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കാര്യം മുകളിലേക്ക് അയച്ചു, ADGP അത് വെരിഫൈ ചെയ്തിട്ടായിരിക്കും DGPക്ക് അതിന്റെ റിപ്പോർട്ട് അയക്കുക. ഈ DGPക്കും അപ്പൊ ഇതിൽ അതേ പങ്ക് വരില്ലേ? അതായത് വിഷ്വൽ നമ്മൾ സാധാരണക്കാർ കാണുമ്പോൾ പോലും നമുക്ക് മനസ്സിലാകുന്ന ഒരു വിഷ്വലാണത്. അത് കള്ള റിപ്പോർട്ടാണെന്ന്. ഇങ്ങനെ ഒരു മോശം റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വ്യാജ റിപ്പോർട്ട് എഴുതി അയക്കുമ്പോൾ ഇത്രയും തലങ്ങളിൽ വെരിഫൈ ചെയ്തിട്ട് ഇവർ ആർക്കും തന്നെ ഇത് മനസ്സിലായില്ല എന്നാണോ പറയുന്നത്? ശരിക്കും ഒന്നാമത്തെ കാര്യം, ആര് തച്ചു, തച്ചിന്റെ പേരിലല്ല വിഷയം നടക്കുന്നത്. ആള് പറഞ്ഞിട്ടാണ് തച്ച്, ഇതൊന്നും അല്ല വിഷയം നടക്കുന്നത്. അതിന്റെ പേരിലവിടെ കേസും ഇല്ല. ആ കേസ് വേറെ കിടക്കുന്നതാണ്. ഇവിടെ കേസ് നടക്കുന്നത് ഈ പറഞ്ഞ പോലെ FIR ഇട്ടിൽ തിരുത്തൽ നടത്തി എന്നുള്ളതിലാണ്. അല്ലാണ്ട് ഇദ്ദേഹം പറഞ്ഞിട്ടാണ് തച്ചത്, ഈ സാധനം നടക്കുന്നില്ല. അത് രണ്ടാമത്തെ കാര്യം. അതിലോട്ടൊന്നും ഈ കേസ് പോകുന്നില്ല. ഇതിൽ വരുന്നത് നിലവിലുണ്ടായിരുന്ന FIR ഇദ്ദേഹം തിരുത്തി എന്നുള്ളതാണ്. പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് തിരുത്തി. അതിനാണ് ഈ പറഞ്ഞപ്പെട്ട പോലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രശ്നം വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ പോലെ ഒരിക്കലും അദ്ദേഹത്തിനെതിരെയുള്ള കേസ് ആരെ തച്ചു എന്നുള്ള പേരിലല്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ MR അജിത് കുമാറിനെതിരെ നടപടി എന്തുകൊണ്ട് എടുക്കണം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും തുടങ്ങിയ വിഷയമല്ല. പല കാര്യത്തിൽ അദ്ദേഹം പിണറായി വിജയൻ ഒത്താശ ചെയ്തിട്ടുണ്ടെന്നുള്ളത് വളരെ കൃത്യമാണ്. ഒന്നാമത്തെ കാര്യം, ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് ഗുരുതര അത് PV അൻവർ അതിൻ്റെ വോയിസ് അടക്കം അന്ന് രംഗത്ത് വിട്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ മന്ത്രിമാരുടെയും മറ്റ് പ്രമുഖരുടെയും ഫോണുകൾ ചോർത്തി എന്നുള്ള ഒന്നാമത്തെ കേസ് അദ്ദേഹത്തിനെതിരെ കിടക്കുന്നുണ്ട്. മറ്റേത് സ്വർണ്ണക്കടത്ത് സംഘവുമായി അടുത്ത ബന്ധം അദ്ദേഹത്തിനുണ്ടെന്നുള്ള അദ്ദേഹം തെളിവ് സഹിതം ഫോൺ കോൾ അടക്കം PV അൻവർ പുറത്തുവിട്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, പല കൊലപാതകങ്ങളുമായി നേരിട്ടുള്ള ബന്ധം ഇദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, തിരുവനന്തപുരത്ത് കവടിയാറിൽ സെന്റിന് 4 ലക്ഷം വില വരുന്ന ഭൂമിയിൽ അദ്ദേഹം ആഡംബര വീട് നിർമ്മിച്ചു. അതിനുള്ള പൈസ എവിടുന്ന് കിട്ടി എന്നുള്ള ചോദ്യം PV അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങൾ. ഇത് മാത്രമല്ല, അനധികൃത സ്വത്ത് സമ്പാദനത്തിന് അദ്ദേഹത്തിന് കേസുണ്ട്. ഇതൊന്നുമല്ല തൃശ്ശൂർ പൂരം കലക്കിയത് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നുള്ളൂ. അത് ചട്ടം ലംഘിച്ചുകൊണ്ട് രാത്രി പോലീസ് വാഹനത്തിൽ കയറിയാണ് അദ്ദേഹം പോയത് എന്നുള്ളതും, RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതും, പിന്നെ കൂടാതെ എന്താ പറയുക, ഇത്തരത്തിലുള്ള RSSന്റെ പല നേതാക്കന്മാരും കൂടി അന്ന് തൃശ്ശൂരിൻ്റെ ഇലക്ഷനൊക്കെ നമ്മൾ കണ്ടതാണ്. എപ്പോഴായിരുന്നു ഈ സാധനം വഷളായത് എന്നുള്ളതും കൃത്യമായിട്ടൊക്കെ. അപ്പം ഇത്തരത്തിൽ പല നേതാക്കന്മാരായിട്ടും ദത്താത്രേയ ഹുസബുള്ള പോലത്തെ പല നേതാക്കന്മാരായിട്ട് അദ്ദേഹം അന്ന് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളത് അദ്ദേഹം അത് ഇന്നേ വരെ ഡിനേ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ പലതരത്തിലുള്ള ഹിസ്റ്ററി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അദ്ദേഹത്തെ കൂട്ടാൻ പറ്റും. പക്ഷേ അത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടല്ല. പക്ഷേ ഇത്തരത്തിൽ അദ്ദേഹം വഴിവിട്ട ബന്ധങ്ങൾ എക്കാലത്തും സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഗവൺമെന്റിന് കൃത്യമായി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം അദ്ദേഹം ഇന്നേ വരെ അവിടെ പോയി ഡിനേ ചെയ്തിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ കാർ അടക്കം CCTV ക്യാമറയിൽ പെട്ടതാണ്. തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ABVP BJP നേതാക്കന്മാരുടെയും RSS നേതാക്കന്മാരെയും കൂടിക്കാഴ്ച കണ്ടു എന്നുള്ളതും, പിന്നെ അദ്ദേഹത്തിന്റെ ഫോൺ കോൾ അടക്കം PV അൻവർ പരസ്യമായി രംഗത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ എല്ലാ കാര്യങ്ങളും എവിഡൻസ് തരുന്നുണ്ട്. ഈ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇക്കാര്യങ്ങൾക്ക് പുറമെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ പോലീസുമാരെ ഉദ്ദേശിച്ച് അദ്ദേഹം നേരിട്ട് അതിൽ ഉൾപ്പെട്ടിട്ടില്ല. തെറ്റ് ചെയ്യുന്നതിനേക്കാൾ മോശമാണ്, അല്ലെങ്കിൽ അതിനേക്കാളും ഗുരുതരമാണ് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ള സാധനം. അപ്പം ഈ പറഞ്ഞ പോലെ ആ കേസ് ഡയറി മാറ്റി തിരുത്താൻ വേണ്ടി പ്രേരിപ്പിച്ചത് ഈ പറഞ്ഞ പോലെ MR അജിത് കുമാറാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ എല്ലാ സാധനം ആദ്യം SIT സാധനം കൊടുത്തായിരുന്നു സംസ്ഥാന സർക്കാരിന് മുമ്പിൽ. അത് വീണ്ടും പഴുതടച്ചുള്ള സാധനം വേണമെന്ന് പറഞ്ഞാണ് സംസ്ഥാന സർക്കാർ വീണ്ടും റിട്ടേൺ അദ്ദേഹത്തിന് കൊടുത്തത്. അപ്പോൾ വീണ്ടും അവർ അന്വേഷിച്ചു എല്ലാ പഴുതുകളും ലൂപ്പ് ഹോളും അടച്ചിട്ടുള്ള സാധനമാണ് ഇന്നലെ സർക്കാരിന് മുമ്പിൽ കൊടുത്തത് എന്നുള്ളതും, അതിന് വിശദീകരണം ചോദിക്കാൻ MR അജിത് കുമാറിന് കത്തയച്ചു എന്നുള്ളതും, ആ സാധനം കിട്ടി എന്നുള്ളതാണ് പുറത്തു വരുന്നത്. എന്തായാലും ഫവാസ് പറയുന്നത് പോലെ ഒരിക്കലും MR അജിത് കുമാർ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഭയങ്കര പുണ്യാളനാണ് അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് പറയുന്നില്ല. പക്ഷേ ഈ ഒരു കേസിൽ എന്തുകൊണ്ടോ ഒരിക്കലും സംശയം ബാക്കി നിൽക്കുന്നു. നിയമപരമായിട്ട് ഇതിന് സാധ്യതയുണ്ടാവോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പഴുതടച്ചുള്ള റിപ്പോർട്ട് അവിടെ സമർപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ.
പക്ഷെ അത് നമുക്ക് 2 ദിവസം കൂടി കാത്തിരിക്കണം അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാനായിട്ട്. പക്ഷെ DGP ആവില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ക്ലാരിറ്റി വന്നു എന്ന് തന്നെ വിചാരിക്കുന്നത്. ഒരിക്കലും ഈ ഒരു ചെറിയ കാലയളവ് കൊണ്ട് 31-ാം തീയതി വരെയുള്ള 10-11 ദിവസം കൊണ്ട് ഇതിൽ ക്ലാരിറ്റി വരുത്താൻ പറ്റും എന്നൊന്നും വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ DGP സ്ഥാനം എന്ന് പറയുന്ന മോഹം മിക്കവാറും പൊലിയാൻ തന്നെയാണ് സാധ്യത. പക്ഷെ നിയമപരമായിട്ട് അജിത് കുമാർ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന അലിഗേഷൻ ചെയ്തു എന്ന് പറയുന്ന അലിഗേഷൻ, തിരുത്തിച്ചു എന്ന് പറയുന്ന അലിഗേഷൻ, അത് പ്രൂവ് ചെയ്യാൻ ഈ പ്രതിയായിട്ടുള്ള പോലീസുകാരന് പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് മാറി നിൽക്കുകയാണ്. അത് തെളിയിക്കാൻ പറ്റാത്തിടത്തോളം കാലം നിയമത്തിന്റെ കുരുക്കിൽ നിന്ന് ഊരിപ്പോരും. പക്ഷെ അപ്പോഴത്തേനും DGP മോഹമൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കേണ്ട പ്രായമാക്കിയിട്ടുണ്ടാവും. പക്ഷെ അതിനുള്ളിൽ ഇത്തരം ഒരു കാര്യം തെളിയിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. DGP ആവില്ലായിരിക്കാം. അജിത് കുമാറിന്റെ ഒരുപാട് മോശം വശങ്ങൾ, മോശം കൂട്ടുകെട്ടുകൾ, കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാം. അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ കേസിലേക്ക് വരുമ്പോൾ നിയമത്തിന്റെ ഭാഗത്ത് നിന്ന്, കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യത, അതായത് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതേ കേസുമായി ബന്ധപ്പെട്ട് കോടതി പോകുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇപ്പോൾ പല ഉദ്യോഗസ്ഥന്മാരും ചാനൽ ചർച്ചകളൊക്കെ പറയുന്നത് അദ്ദേഹം ഓൾറെഡി നീങ്ങിക്കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിന് അറിയാം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ DGP മോഹം ഇല്ലാണ്ടാകുന്നുള്ളതും സംസ്ഥാന സർക്കാർ അതിന് തുടക്കത്തിലേക്ക് സംസ്ഥാന സർക്കാരിന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSU ഒക്കെ അതിശക്തമായിട്ട് VD സതീശനും ഈ പറഞ്ഞ പോലെ നിലവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ഗവൺമെൻറ് വലിയ തരത്തിൽ മൗനം കീപ്പ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇപ്പം ഗവൺമെൻറ് അതിശക്തമായി മൂവ് ചെയ്യുന്നു എന്നുള്ള സാധനം വരുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ നീങ്ങിക്കഴിഞ്ഞാലും കോടതിയിൽ അദ്ദേഹത്തിന് അനുകൂലമായൊരു വിധി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ സാധനങ്ങളെല്ലാം പൊളിയും എന്നുള്ള സാധനമാണ് വരുന്നത്. അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണ് ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും കോടതി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതല്ല എന്നുള്ളത് തെളിയിക്കാനുള്ള സാധനം ഗവൺമെൻറ് കയ്യിൽ ഇപ്പോൾ കിട്ടി എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഔദ്യോഗികമായിട്ട് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ എന്തിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഇത് വലിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു നേരിട്ട്, പണ്ട് കേശവാനന്ദ ഭാരതി കേസൊക്കെ ഉണ്ടായ പോലെ അന്ന് ഈ പറഞ്ഞ പോലെ ഒരു മഠവും അതേപോലെ കേന്ദ്ര സർക്കാരും തമ്മിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് സംസ്ഥാന സർക്കാരും ഒരു കേന്ദ്രത്തിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റിലോട്ട് കോടതിയിൽ കയറി ഇറങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടെന്നുള്ളതും ഇതിന് മറുപടിയായിട്ട് MR അജിത് കുമാർ തൻ്റെ DGP സ്ഥാനം നിലനിർത്താൻ വേണ്ടി എങ്ങനെയൊക്കെ നീങ്ങും എന്നുള്ളത്.